നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങൾ പാർലമെൻറ്റിൽ ശക്തമായി പ്രതികരിക്കണമെന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. ആരുടെയും ശബ്ദം കേട്ടില്ല. ദേശീയ പ്രശ്നങ്ങൾ ഒരുപാട്. നമ്മുടെ സംസ്ഥാനം നേരിട്ട് അനേകം പ്രശ്നങ്ങളുണ്ടല്ലോ. ആ പ്രശ്നങ്ങളിലുണ്ടായോ പ്രതികരണം? കോൺഗ്രസും UDF നേരത്തെ മുതൽ സ്വീകരിക്കുന്ന നിലപാടുകളുണ്ട്. നമ്മുടെ പ്രളയകാലത്തടക്കം സ്വീകരിച്ച നിലപാട്, നൂറ്റാണ്ടിലെ മഹാപ്രളയമാണല്ലോ നമുക്ക് നേരിടേണ്ടി വന്നത്. അതിനുശേഷമാണ് അതിരൂക്ഷമായ കാലവർഷക്കെടുതി വന്നത്. നമുക്ക് അർഹമായ സഹായം കിട്ടിയില്ലല്ലോ. നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ? സഹായമില്ല. പ്രതികരിച്ചോ? കേരളത്തിൻ്റെ ശബ്ദം അവിടെ ഉയരണ്ടേ? നമുക്കൊന്നിച്ച് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിനില്ല, സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയാണ് ഇതിന് കാരണം എന്ന് സ്ഥാപിക്കാനാണ് അവർക്ക് താല്പര്യം. കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന, കേരളത്തെ അവഗണിക്കുന്ന, കേരളത്തോട് വിവേചനം കാണിക്കുന്ന കേന്ദ്ര സർക്കാരിനോടൊപ്പം ഫലത്തിൽ നിൽക്കുന്ന സമീപനമാണ് ഇവിടെ കോൺഗ്രസും BJPയും സ്വീകരിച്ചു പോയത്. ഇതല്ലേ നമ്മുടെ അനുഭവം? പാർലമെൻറ്റിൻ്റെ കാര്യം മാത്രം എടുത്താൽ മതി. പാർലമെൻറ്റിൽ ശബ്ദിക്കണ്ടേ ഇത്തരം കാര്യങ്ങൾക്കെതിരായി? കോൺഗ്രസിൻ്റെ ഏതെങ്കിലും അംഗത്തിൻ്റെ ഭാഗത്തുനിന്ന് ശബ്ദമുയർന്നോ? കേരളത്തിന് അർഹമായത് നിഷേധിക്കുമ്പോൾ അരുത് എന്ന് പറയാൻ ഇവർക്ക് കഴിയണ്ടേ? ശബ്ദിച്ചില്ലല്ലോ. അപ്പോഴെല്ലാം സംസ്ഥാനത്തെ കുറ്റപ്പെടുത്താനായിരുന്നല്ലോ താല്പര്യം. സാമ്പത്തികമായി നമ്മളെ ഞെരുക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ആ ശ്രമം വലിയ തോതിലാണ് നടന്നത്. ഗത്യന്തരമില്ലാതെ നിവേദനം കൊടുത്തു, പോയി കണ്ടു, എല്ലാവരോടും സംസാരിച്ചു. ആരിൽ നിന്നും പ്രതികരണമില്ല. അവസാനം സുപ്രീം കോടതിയിലും പോയി. ഈ കാര്യത്തിൽ 2 തവണ കേരളത്തിലെ MP-മാരുമായി സംസാരിച്ച അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് സംസ്ഥാനത്തെ സർക്കാർ പാർലമെൻറ്റ് ചേരുന്നതിന് മുൻപ് MP-മാരുടെ യോഗം വിളിക്കും, സംസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു യോഗത്തിൽ MP-മാരോട് അങ്ങോട്ട് പറയാണ്, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കെല്ലാം അറിയാലോ, കേന്ദ്ര ഗവൺമെൻറ് നിഷേധിക്കുകയാണ് കാര്യങ്ങൾ, നമ്മളെ സാമ്പത്തികമായി ഞെരുക്കാനാണ് നോക്കുന്നത്, എല്ലാ വസ്തുതകളും പറഞ്ഞു. ഈ കാര്യത്തിൽ നമുക്ക് കേരളത്തിന് ഒന്നിച്ച് നിൽക്കാനാവണം. നിങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് കേന്ദ്ര ധനമന്ത്രിയെ കാണണം, നിവേദനം കൊടുക്കണം. എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. നിവേദനം തയ്യാറാക്കി ഒപ്പിടേണ്ട ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ ഒപ്പിടില്ല എന്ന നിലപാടെടുത്തു. കേന്ദ്ര ധനമന്ത്രിയെ ഒന്നിച്ച് കാണാനില്ല. എന്താ കാരണം? അവർക്ക് കേരളത്തെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. കേരളത്തിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഇവിടെ ധനപ്രതിസന്ധി എന്ന് പറയണം. ഒരു ഘട്ടം കഴിഞ്ഞു. പിന്നെയും കുറച്ച് നാൾ കഴിഞ്ഞ് രണ്ടാമതൊരു യോഗം. സാധാരണഗതിയിൽ ഒന്നുകൊണ്ട് അറിയണം രണ്ടിൻ്റെ ബലാബലം എന്നാണല്ലോ. ഇങ്ങനൊരു അനുഭവം ഉണ്ടായാൽ പിന്നെ നിങ്ങൾ വീണ്ടും നാണം കെട്ട് ചോദിക്കാൻ പോണായിരുന്നോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. എങ്കിലും ആ നാണക്കേട് സഹിച്ചുകൊണ്ട് തന്നെ ഇവരോട് വീണ്ടും പറഞ്ഞു, ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ, എല്ലാ കണക്കുകളും വെക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ തവണ പോയില്ല, ഇത് പോയി പറയണം, എല്ലാവരും കൂടി ഒന്നിച്ച് കാണണം. നേരെ പറയുമ്പോൾ ഇത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ശരി, ഞങ്ങളെല്ലാവരും പോകും, ഒരു ശങ്കയില്ല, ഞങ്ങളെല്ലാവരും പോകുന്നു പറഞ്ഞു.
ആ തവണയും ഞങ്ങളില്ല എന്ന് അവർ പറഞ്ഞു. അവർ പറഞ്ഞു കേരളത്തിൻ്റെ കെടുകാര്യസ്ഥയാണ് ഇതിനിടയാക്കിയത് എന്ന് ഈ നിവേദനത്തിൽ പറയണം. എങ്ങനെയുണ്ട്? കേന്ദ്ര ഗവൺമെൻറ് ന്യായം അങ്ങോട്ട് പറയണമെന്ന്. കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പാണ് ഇവർ. ഇതിനാണോ നമ്മുടെ നാട്ടിൽ നിന്ന് പ്രതിനിധികൾ അങ്ങോട്ട് പോകേണ്ടത്? നമ്മളെയല്ലേ, ഇവിടുത്തെ ജനങ്ങളെയല്ലേ പ്രതിനിധീകരിക്കുന്നത്? ഏതെങ്കിലും ഘട്ടത്തിൽ നാടിൻ്റെ വികാരത്തോടൊപ്പം നിൽക്കാൻ അവർ തയ്യാറായോ?